ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻറ്റിനും നല്ലതുപോലെ കഴിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. നമുക്ക് കടയിലൊക്കെ നല്ലപോലെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 1 മണിക്കൂറൊക്കെ മുമ്പ് ഇതുപോലെ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങളും എടുത്തു. ആദ്യം തന്നെ കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് നല്ല എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് നമ്മുടെ തന്നെ പറമ്പിലുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്കാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത്, അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ അതിലോട്ട് നേരത്തെ നമ്മൾ കുതിർക്കാൻ മാറ്റി വെച്ച ആ ഒരു ഗോതമ്പ് നുറുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന എല്ലാ ഗോതമ്പ് നുറുക്കും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ കുറുകി ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം നമ്മളാണെങ്കിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചപ്പോഴത്തേക്കും കുറേ വെള്ളം അങ്ങ് വറ്റി. പിന്നെ ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കരിഞ്ഞു പോവും. അങ്ങനെ ഇത്തിരി ക്ഷമയൊക്കെ വേണം കേട്ടോ ഇതിന്. എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതാ ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തൊറായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്കറിയാം എന്ത് എളുപ്പമാണെന്നല്ലേ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പുമാവും ചായയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.